ഹലോ ആര്യ. ആ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സുധീഷും തൻ്റെ ഫ്രണ്ടും വന്നല്ലോ. അതുകൊണ്ട് തൻ്റെ കാല് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ മറന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന മാറിയോ? അതൊക്കെ അവിടെ വെച്ച് തന്നെ മാറി. ആര്യൻ തന്ന ഓയിൽമെന്റ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഓ ഗുഡ്. ആ ആര്യൻ തിരുമിയ എന്റെ കാലൊടിയെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അത്രയ്ക്ക് ശക്തിയുണ്ടോ ആര്യന്? ശക്തിയുടെ വിഷയമല്ല, മറ്റൊരു കാരണമുണ്ട്. എൻ്റെ മമ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണം. അതെന്താന്ന് എന്നോട് പറഞ്ഞൂടെ? തൽക്കാലം താനത് അറിയണ്ട, പിന്നെ പറയാം. പിന്നെ പറയാന്ന് പറയുമ്പോ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടരുന്നല്ലേ അർത്ഥം? ഗുഡ് നൈറ്റ്. അയ്യോ ഫോൺ വെക്കല്ലേ. എന്നാലും വിളിച്ചു. എന്താണ് ആ പെണ്ണുമായിട്ടൊരു ഡിങ്കോൾഫി? എനിക്ക് ആരോടൊരു ഡിങ്കോൾഫിയും ഇല്ല. ഞാൻ മറക്കാൻ പാടില്ലാതിരുന്ന പലതും അവൾ നിന്നെ ഓർമ്മിപ്പിച്ചു. അതിനൊരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. പിന്നത് വേണ്ടെന്ന് വെച്ചു. എന്തും കുത്തി കുത്തി ചോദിക്കുന്നൊരു സ്വഭാവമുണ്ട് സത്യവതിക്ക്. സോ അവൾക്കുള്ള താങ്ക്സ് ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നു. താങ്ക്സ് സത്യവതി. വേണ്ട. അച്ഛൻ നടക്കായിരിക്കും. അല്ലടാ ഉറങ്ങ. എന്ത് കൂടെ കൂടുന്നു? വന്ന് വന്ന് അച്ഛൻ വരെ ട്രോളി തുടങ്ങി. കലികാലം അല്ലാതെ എന്താ പറയാ. ആ പറഞ്ഞു നീ. ആര്യൻ ഒരു പാവാടാ. അവനെന്തിനാ പാവാടാ? അവന് നിന്റെ പാവാടയും ചുരിദാറും ഒന്നും വേണ്ട. അവൻ വെറും പാവാണെന്നാ ഞാൻ പറഞ്ഞു. ഓ അങ്ങനെ ആ പാവാട അല്ല, അവൻ പാവാടയാണെന്ന്. സോറി, അവൻ പാവാണെന്ന് തോന്നാൻ എന്താ കാരണം? മരിച്ചു പോയ മമ്മി അവനൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. അതിൽ പിടിച്ചു കയറിയാ അവനെ കുപ്പിയിലാക്കാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ കാണുമ്പോ തന്നെ ആര്യന് മമ്മി ഓർമ്മ വന്നാൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എളുപ്പാവില്ലേ? ഒറ്റ നോട്ടത്തിൽ അതൊരു മികച്ച ഐഡിയ എന്ന് തോന്നാമെങ്കിലും മനുഷ്യ മനസ്സുകളുടെ ഒരു കിടപ്പ് വശം വെച്ചിട്ട് അതൊരു നല്ല ഐഡിയ അല്ല എന്ന് പറയേണ്ടി വരും. അവൻ നിന്നെ മമ്മിയുടെ സ്ഥാനത്ത് കണ്ടു തുടങ്ങിയ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു റിലേഷൻ ബിൽഡ് ചെയ്താൽ ഭാവിയിൽ അവൻ നിന്നെ കല്യാണം കഴിച്ചാലും അമ്മയെ പോലെ കാണൂ.